വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നു. ഇന്നത്തെ പഠന ഭാഗത്തിലെ 1-ാം ചോദ്യം: നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ഡാഷ് മുതൽ ദൈവത്തിന് നാസ്യവ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജനനം. ക്വസ്റ്റ്യൻ നമ്പർ 2: മിക്ക ലേവ്യനെ പുരോഹിതനായി അവരോധിച്ചു. അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ ആരായി താമസമാക്കി? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുരോഹിതനായി. ക്വസ്റ്റ്യൻ നമ്പർ 3: ആ ദിവസം തന്നെ അവരിൽ 2 പേർ എവിടെ നിന്ന് ഏകദേശം 60 സാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെറുസലേമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 4: ഫിനെഹാസും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി അവനുമായി എന്താണ് ഉറപ്പിക്കപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സമാധാന ഉടമ്പടി. ക്വസ്റ്റ്യൻ നമ്പർ 5: അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന എത്ര കുഷ്ഠരോഗികൾ അവനെ കണ്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 10. ക്വസ്റ്റ്യൻ നമ്പർ 6: അവിടുത്തെ മാത്രം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരം ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പരിശുദ്ധാത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 7: നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസ്യവ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഡാഷ് വിടുവിക്കുവാൻ ആരംഭിക്കും. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇസ്രായേലിനെ. ക്വസ്റ്റ്യൻ നമ്പർ 8: ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം 3000 ഡാഷ് അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. ന്യായാധിപന്മാർ 16 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്ത്രീ പുരുഷന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 9: ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ആരുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗോത്രപിതാവുമായ. ക്വസ്റ്റ്യൻ നമ്പർ 10: കർത്താവിന്റെ ശക്തമായ ശബ്ദം മുഴങ്ങിയപ്പോൾ
എവിടുത്തെ ജനനേതാക്കളെയാണ് അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ടൈറിലെ. ക്വസ്റ്റ്യൻ നമ്പർ 11. അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിന് ഡാഷ് അവരോട് എന്തു ചെയ്യും? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഉടമസ്ഥൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. പാപികളുടെ പിൻതലമുറ എന്തിനു പാത്രമാകും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിത്യനിന്ദയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 13. മനുഷ്യരെയും എന്തിനേയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി പട്ടണങ്ങൾക്ക് തീ വച്ചു. ന്യായാധിപന്മാർ 20 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മൃഗങ്ങളെയും. ക്വസ്റ്റ്യൻ നമ്പർ 14. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കേണ്ടത് എന്തിലെല്ലാമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും. ക്വസ്റ്റ്യൻ നമ്പർ 15. അവർ ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു. ഭൃത്യൻ യജമാനനോട് പറഞ്ഞു, നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ഡാഷ്. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ചെലവഴിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16. ആര് ചെന്ന് അവളെയും പിതാവിനെയും അഗ്നിക്കിരയാക്കി? ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്തീയർ. ക്വസ്റ്റ്യൻ നമ്പർ 17. മോശയുടെ പുത്രനായ ആരുടെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിലെ പുരോഹിതന്മാരായിരുന്നു? ന്യായാധിപന്മാർ 18 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗർഷോമിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 18. എത്ര മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, 9. ക്വസ്റ്റ്യൻ നമ്പർ 19. ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഡാഷ് അവൻ അടിസ്ഥാനമിട്ടു. പ്രഭാഷകൻ 50 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇരട്ട മതിലിന്. ക്വസ്റ്റ്യൻ നമ്പർ 20. എന്തിനിടയിൽ പ്രഭാതതാരം പോലെ ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ അവൻ പ്രശോഭിച്ചു? പ്രഭാഷകൻ 50 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മേഘങ്ങൾക്കിടയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 21. അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയം എവിടെ നേർച്ചയിടുന്നത് കണ്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭണ്ഡാരത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 22. കർത്താവിന്റെ വിസ്മരണീയമായ പ്രവർത്തികൾ അവിടുത്തെ ഡാഷ് പോലും അവർണ്ണനീയമാണ്. പ്രഭാഷകൻ 42 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വിശുദ്ധർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 23.
ദൈവം ലോഹയിലുള്ള ഡാഷ് ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന് പേര് കിട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പൊള്ളയായ. ക്വസ്റ്റ്യൻ നമ്പർ 24. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അടക്കപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അനുസ്മരിപ്പിക്കാൻ കരവിരുതോടെ പിരിച്ചെടുത്തത് ഏത് നൂലുകൊണ്ടാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കടും ചെമപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 26. എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ എന്ത് ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വിവാഹം. ക്വസ്റ്റ്യൻ നമ്പർ 27. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവ്യഥ അനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ പീഡകൾ നിങ്ങളുടെ എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 28. എന്തില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും? പ്രഭാഷകൻ 41 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവഭയമില്ലാത്ത. ക്വസ്റ്റ്യൻ നമ്പർ 29. കല്ലറയിൽ നിന്ന് ഡാഷ് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. ലൂക്ക 24-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കല്ല്. ക്വസ്റ്റ്യൻ നമ്പർ 30. അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബെഞ്ചമിൻ ഗോത്രക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 31. എൻ്റെ ആലയം എന്തെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പ്രാർത്ഥനാലയം. ക്വസ്റ്റ്യൻ നമ്പർ 32. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ എന്തിന്റെ കടവുകൾ പിടിച്ചെടുത്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജോർദാന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 33. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ഡാഷ് വരുന്നു. പ്രഭാഷകൻ 42 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 34. ദൈവത്തെ ഭയപ്പെടുകയോ ആരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 35. അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗ പ്രണമിച്ച് എന്ത് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നന്ദി. ക്വസ്റ്റ്യൻ നമ്പർ 36. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ആര് ആരോട് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ
ഓപ്ഷൻ ഇ മിക്ക ലേവിനോട് പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 37. നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ആരെ അയച്ച് അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ചാരന്മാരെ. ക്വസ്റ്റ്യൻ നമ്പർ 38. ഇസ്രായേലിലെ ഡാഷ് തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മകനും. ക്വസ്റ്റ്യൻ നമ്പർ 39. ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ വീടിനകത്തുള്ള തന്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങി പോകരുത്. അതുപോലെ തന്നെ ഡാഷ് ആയിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വയലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 40. കുറ്റവാളികളായ എത്ര പേരെ കൂടി യേശുവിനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 2. ക്വസ്റ്റ്യൻ നമ്പർ 41. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ ഡാഷ് ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മാനിക്കുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 42. യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് ഏത് മരത്തിലാണ് കയറിയിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സിക്കമൂർ. ക്വസ്റ്റ്യൻ നമ്പർ 43. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഡാഷ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഭക്ഷിക്കുകയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 44. മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് ഒരു പിതാവും ഡാഷ് ആയിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പുരോഹിതനും. ക്വസ്റ്റ്യൻ നമ്പർ 45. എന്തിനെ ഭയപ്പെടേണ്ട? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മരണവിധിയെ. ക്വസ്റ്റ്യൻ നമ്പർ 46. ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തിയത് അവൻ എവിടെ എത്തിയപ്പോഴാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ലേഹിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 47. പരദൂഷണം ആവർത്തിക്കുന്നതിലും എന്ത് വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി രഹസ്യം. ക്വസ്റ്റ്യൻ നമ്പർ 48. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം എത്ര സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 60. ക്വസ്റ്റ്യൻ നമ്പർ 49. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ എവിടെ ഉണ്ടായിരുന്നു എന്നാണ് യേശു പറയുന്നത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒരു പട്ടണത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 50. എങ്ങനെ വിജയം വരിച്ചവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ടാണ് ജനങ്ങൾ ദാവീദിനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 10,000ങ്ങളുടെ മേൽ. ക്വസ്റ്റ്യൻ നമ്പർ 51. ആരാണ് തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 52. ആരുടെ ജനിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന് പരിചയം എടുക്കുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദുഷ്ടന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 53. ദൈവം ക്രിസ്തു വഴിയാണ് നിങ്ങളോട് എന്ത് ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്ഷമിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 54. സാംസൺ പാതിരാ വരെ കിടന്നു, പിന്നെ എഴുന്നേറ്റ് എന്തിന്റെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പട്ടണപ്പടിപ്പുരയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 55. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ എന്തിനായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സത്പ്രവർത്തികൾക്കായി. ക്വസ്റ്റ്യൻ നമ്പർ 56. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്ന ദശാംശം കൊടുക്കുന്നു, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സകലത്തിൻ്റെയും. ക്വസ്റ്റ്യൻ നമ്പർ 57. സ്ത്രീയുടെ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത, സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നന്മയേക്കാൾ. ക്വസ്റ്റ്യൻ നമ്പർ 58. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ ദൈവജനത്തിന്റെ സഭയിൽ ഹാജരായി? ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നേതാക്കന്മാരും. ക്വസ്റ്റ്യൻ നമ്പർ 59. അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികിൽ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് എന്ത് സ്വീകരിച്ചു? പ്രഭാഷകൻ 50 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഓഹരികൾ. ക്വസ്റ്റ്യൻ നമ്പർ 60. വേറൊരുവൻ വന്ന് പറഞ്ഞു, യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ ദാശിത. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നാണയം. ക്വസ്റ്റ്യൻ നമ്പർ 61. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സേറായിലും എസ്താവോലിലും നിന്ന് പുറപ്പെട്ട് യൂദായിലെ ഏത് സ്ഥലത്ത് പാളയമടിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കിര്യാത്ത് യെയാരിമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 62. നൂനിന്റെ പുത്രനാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജോഷുവ. ക്വസ്റ്റ്യൻ നമ്പർ 63.
ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ ഡാഷ്. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രസവിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 64. ആരുടെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി? ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേലിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 65. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ ഡാഷ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അസഹ്യപ്പെടുത്തും. ക്വസ്റ്റ്യൻ നമ്പർ 66. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് എന്ത് ചെയ്തു കൊടുക്കുകയില്ല. ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വിവാഹം. ക്വസ്റ്റ്യൻ നമ്പർ 67. അക്കാലത്താണ് അമോന്യർ ആർക്കെതിരെ യുദ്ധത്തിന് വന്നത്? ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേലിനെതിരെ. ക്വസ്റ്റ്യൻ നമ്പർ 68. മ്ലേച്ഛതയും ചാബല്യവും വ്യർത്ഥ ഭാഷണവും നമുക്ക് യോജിച്ചതല്ല, പകരം എന്താണ് നമുക്ക് ഉചിതം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൃതജ്ഞതാ സ്തോത്രം. ക്വസ്റ്റ്യൻ നമ്പർ 69. ഏലിയ, അത്ഭുത പ്രവർത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ. അത്തരം പ്രവർത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്? വാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പ്രഭാഷകൻ 48 അധ്യായം 4 വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 70. ഇസ്രായേലിലെ മറ്റു ഡാഷ് ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല. ന്യായാധിപന്മാർ 18 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഗോത്രങ്ങൾക്കിടയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 71. രാത്രിയിൽ യേശു പട്ടണത്തിന് പുറത്തുപോയി എവിടെയാണ് വിശ്രമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒലിവ് മലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 72. അവൻ ഡാഷ് വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവന്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൈകൾ. ക്വസ്റ്റ്യൻ നമ്പർ 73. അവൻ ശിഷ്യരോട് പറഞ്ഞു, മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡാഷ് വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമയം. ക്വസ്റ്റ്യൻ നമ്പർ 74. അവൻ ഇത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്കുള്ള എന്ത് തുടർന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യാത്ര. ക്വസ്റ്റ്യൻ നമ്പർ 75. പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു, പക്ഷേ അവർ ആരെ ഭയപ്പെട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജനങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 76. അവർ സന്തോഷിച്ച് അവൻ എന്തു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പണം. ക്വസ്റ്റ്യൻ നമ്പർ 77.
ആരവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റ കൊടുത്തു? അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ന്യായാധിപന്മാർ 19 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വൃദ്ധൻ. ക്വസ്റ്റ്യൻ നമ്പർ 78. പൂർവ്വ പിതാക്കന്മാരുടെ എന്താണ് അവരുടെ പിൻഗാമികളിൽ നിലനിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഐശ്വര്യം. ക്വസ്റ്റ്യൻ നമ്പർ 79. ആരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സ്നേഹിതന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 80. പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും എന്ത് ചെയ്യുക? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ലജ്ജിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 81. സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന് നേരെ എങ്ങനെ വന്നു? ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അലറി. ക്വസ്റ്റ്യൻ നമ്പർ 82. സാംസണിന്റെ അഭ്യാസം കാണാൻ കെട്ടിടത്തിന് മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാർ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 3000. ക്വസ്റ്റ്യൻ നമ്പർ 83. ആര് ഗാസയിലേക്ക് പോയി അവിടെ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടി അവളോടുകൂടി ശയിച്ചു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 84. ജഫ്ത ഗിലിയാദ്കാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി ആരോട് യുദ്ധം ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എഫ്രായിമിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 85. കർത്താവിന് മുൻപിൽ ഡാഷ് ഗോത്രം ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി? ന്യായാധിപന്മാർ 21 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമ്മേളിക്കാത്ത. ക്വസ്റ്റ്യൻ നമ്പർ 86. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സുഖം പ്രാപിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 87. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഉടമ്പടി. അപരാധനെ ഡാഷ് വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കുറ്റം. ക്വസ്റ്റ്യൻ നമ്പർ 88. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങളെന്ന പോലെ സ്ത്രീയിൽ നിന്ന് എന്ത് വരുന്നു? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 89. സാംസണെ നീ വശീകരിക്കണമെന്നും അവന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും നീ മനസ്സിലാക്കണം എന്ന് ദലീലയോട് ആര് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 90. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ആര് ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഒരു ന്യായാധിപൻ. ക്വസ്റ്റ്യൻ നമ്പർ 91. എന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യം ഡാഷ് നിങ്ങൾക്ക് ഞാൻ നൽകും.
പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജ്ഞാനവും. ക്വസ്റ്റ്യൻ നമ്പർ 92. സാംസൺ എപ്പോൾ വരെ കിടന്നു? പിന്നെ എഴുന്നേറ്റ് പട്ടണ പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടി പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പാതിരാവരെ. ക്വസ്റ്റ്യൻ നമ്പർ 93. എല്ലാ ദിവസവും അവൻ എവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു? രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തു പോയി ഒലിവ മലയിൽ വിശ്രമിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 94. ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്ന് വരെ അവർക്ക് എന്തായി ലഭിച്ചിരുന്നില്ല? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവകാശമായി. ക്വസ്റ്റ്യൻ നമ്പർ 95. സാംസൺ പോയി 300 കുറുനരികളെ പിടിച്ചു, കുറെ എന്തുമുണ്ടാക്കി? ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പന്തങ്ങളും. ക്വസ്റ്റ്യൻ നമ്പർ 96. ചില ഡാഷ് ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആളുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 97. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ ഡാഷ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സുഖം പ്രാപിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 98. യുദ്ധങ്ങളെയും ഡാഷ് കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കലഹങ്ങളെയും. ക്വസ്റ്റ്യൻ നമ്പർ 99. അവൻ ബലിപീഠത്തിലെ ഡാഷ് നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു. പ്രഭാഷകൻ 50 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അഗ്നിക്കരികെ. ക്വസ്റ്റ്യൻ നമ്പർ 100. പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജെറമിയ. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്.